മകളെ തല്ലിയത് പൊറുക്കാനാകാതെ ശങ്കരനും അവിടുന്ന് എഴുന്നേറ്റ് പോയി. ആദി, നീ എന്തു പണിയാ കാണിച്ചേ? അവര് നമ്മുടെ വീട്ടിലേക്ക് വിരുന്ന് വന്നവരല്ലേ? എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ ആരെയായാലും അടിക്കും. ഞാൻ ഇങ്ങനെയൊക്കെയാണ്. അതിനനുസരിച്ച് ജീവിക്കാൻ പറ്റുമെന്നുള്ളവർ എന്റെ വീട്ടിൽ താമസിച്ചാൽ മതി. ആദി പറഞ്ഞത് രുക്മിണിക്ക് പിടിക്കാത്തത് കൊണ്ട് രുക്മിണിയും അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി, കൂടെ സുഭദ്രയും. എല്ലാവരും എഴുന്നേറ്റ് പോയത് കണ്ട് സത്യ പൊന്നുവിനെ നോക്കി. അവള് നന്നായി ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. സത്യ ആദിയെ നോക്കി. അവനും ഒന്നും സംഭവിക്കാത്ത പോലെ ഇരുന്ന് കഴിക്കുന്നത് കണ്ടു. സത്യ അവിടെ നിന്ന് എഴുന്നേറ്റു. എങ്ങോട്ടാ നീ? ഇത് മുഴുവൻ കഴിച്ചിട്ട് എഴുന്നേറ്റാൽ മതി. എഴുന്നേറ്റ് പോകാൻ നിന്ന സത്യയെ നോക്കി ആദ്യ പറഞ്ഞു. എല്ലാവരും എഴുന്നേറ്റ് പോയില്ലേ, പിന്നെ ഞാൻ എങ്ങനെയാ? അവരെ കഴിപ്പിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കില്ല. പക്ഷേ നീ കഴിച്ചിട്ട് പോയാൽ മതി. ചേച്ചി എടുത്ത് കഴിക്കാൻ നോക്ക്. ഇന്നാ കഴിക്കുന്നതിനൊരു സുഖം കിട്ടിയത്. നിങ്ങൾ കഴിച്ചോ, എനിക്ക് വിശപ്പില്ല, എനിക്ക് വേണ്ട. അത് പറഞ്ഞതും ആദ്യ സത്യയെ രൂക്ഷമായി നോക്കി. അവന്റെ നോട്ടത്തിൽ പേടിച്ച സത്യ അവിടെ തന്നെ ഇരുന്ന് ധൃതിയിൽ കറി ഒഴിച്ച് കുറച്ച് ചോറ് വായിലേക്ക് വെച്ചതും എരിവ് കൊണ്ട് അവളുടെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു. കാര്യം മനസ്സിലായ പൊന്നു വേഗം സത്യക്ക് വെള്ളം എടുത്തു കൊടുത്തു. പ്ലേറ്റ് മാറ്റി വേറെ വിളമ്പി കൊടുത്തു. സത്യ ഒരു ഗ്ലാസ് വെള്ളം മുഴുവൻ കുടിച്ച് ആദ്യം നോക്കി. അവിടെ ഇപ്പോഴും ഒന്നും അറിയാത്ത പോലെ ഇരുന്ന് കഴിപ്പാണ്. സത്യ അത് കണ്ട് നെഞ്ചത്ത് കൈവച്ചു. എന്റെ ഈശ്വര, എരിവ് തലച്ചോറിലേക്ക് ഏറിയേ. ഇയാളെന്താ മനുഷ്യനല്ലേ? എന്നെ നോക്കിയിരിക്കാനല്ല പറഞ്ഞത്, മര്യാദ കഴിച്ച് എഴുന്നേൽക്കാൻ നോക്ക്. സത്യ പെട്ടെന്ന് ഞെട്ടി എടുത്തു കഴിക്കാൻ തുടങ്ങി. ആദ്യേട്ടാ, ഞാൻ കണ്ടു എല്ലാം. എന്ത് കണ്ടു എന്ന്? ആദ്യേട്ട മനഃപൂർവ്വം അവളെ കാല് തട്ടിയതല്ലേ, ഞാൻ കണ്ടു. സത്യേച്ചിയെ മായ തല്ലിയതിനുള്ള പ്രതികാരം വീട്ടിയതല്ലേ. അത് കേട്ടതും സത്യ ആദ്യം നോക്കി. ഞാൻ ആരുടെ കാലും തട്ടാനും മുട്ടാനും പോയിട്ടില്ല. നീ കഴിച്ച് എഴുന്നേറ്റ് പോകാൻ നോക്ക്. അവൻ സത്യയുടെ ഒരു ഗ്ലാസ് പാൽ മുറിയിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞ് അവിടെ നിന്നും പോയി. മുങ്ങിയതാ, ഞാൻ കണ്ടതാ ടേബിളിനിടയിലൂടെ അവളുടെ കാല് തട്ടുന്നത്. പിന്നെ എന്താണ് മുറിയിലേക്ക് പാലൊക്കെ? നടക്കട്ടെ നടക്കട്ടെ. സത്യയെ കളിയാക്കി പൊന്നും അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. സത്യ കുറച്ചു നേരം അവിടെ തന്നെ എന്തോ ആലോചിച്ചിരുന്നു. ശേഷം എല്ലാം എടുത്തു വെച്ച് വൃത്തിയാക്കി അവളുടെ ഗ്ലാസ് പാലും കൊണ്ട് മുറിയിലേക്ക് പോയി. മുറിയിൽ ചെന്ന് സത്യ ബാൽക്കണിയിൽ ഇരുന്ന് സിഗരറ്റ് വലിക്കുന്ന ആദിയെയാണ് കണ്ടത്. അവൾ ഡോറിൽ ഒന്ന് തട്ടി. അവൻ തിരിഞ്ഞു നോക്കാതെ അവളുടെ കബോർഡിൽ നിന്ന് ഒരു ചെറിയ ബോട്ടിൽ എടുക്കാൻ പറഞ്ഞു. അവൾ പാൽ അവിടെ വെച്ച് കബോർഡ് തുറന്ന് അതിൽ നിന്ന് ഒരു ചെറിയ മരുന്ന് ബോട്ടിൽ എടുത്തു. സത്യ അത് തുറന്നതും ഒരു വൃത്തികെട്ട മണം അവളുടെ മൂക്കിലേക്ക് വലിച്ചു കയറി. എന്ന് രാത്രി ഇത് പാൽ ചേർത്ത് നീ കുടിക്കണം. ഇത് നിന്നെ പെട്ടെന്ന് പ്രഗ്നന്റ് ആക്കാൻ സഹായിക്കും. ആദ്യം പറയുന്നത് കേട്ട് അവൾ അവനെ തലയുർത്തി നോക്കി. എന്താ നോക്കുന്നേ? നീ എന്തിനാ ഭാര്യയുടെ വേഷം കെട്ടി വന്ന് അറിയാലോ? ആദി സത്യ പിന്നെ ഒന്നും പറയാതെ പാൽ കുറച്ച് ചേർത്തു. അത് ഒറ്റ വലി കുടിച്ചു. അതിന്റെ രുചി ഇഷ്ടപ്പെടാതെ അവൾക്ക് ഛർദ്ദിക്കാൻ വന്നെങ്കിലും സത്യ പിടിച്ചു നിന്നു. ആദ്യം അത് കണ്ട് പുച്ഛിച്ച് ചിരിച്ച് ബാൽക്കണിയുടെ ഡോർ അടച്ചു. സത്യയുടെ അടുത്തേക്ക് പതിയെ നടന്നെടുത്തു. സത്യ പേടിച്ച് പിറകിലേക്ക് നടക്കാൻ തുടങ്ങി. നടത്തത്തിന്റെ ഇടയിൽ കാൽ തെറ്റി അവൾ ബെഡിലേക്ക് വീണു. ആദ്യം ഒന്ന് കോട്ടിച്ചിരിച്ച് അവന് ടീഷർട്ട് ഊരി കസേരയിലേക്ക് എറിഞ്ഞു. അവൻ ബെഡിലേക്ക് കയറിയതും സത്യ പേടിച്ച് നീങ്ങി ബെഡിന്റെ അറ്റത്തായിരുന്നു. അവനയാളുടെ അടുത്ത് വന്ന് മുഖം അടുപ്പിച്ചതും ആരോ വാതിൽ മുട്ടി. ആദ്യത് കാര്യാക്കാതെ സത്യയുടെ കാൽ പിടിച്ചു വലിച്ച് അവളെ ബെഡിൽ കിടത്തി. അവളുടെ സാരിയിൽ അവന്റെ പിടിമുറുകിയതും സത്യയുടെ കണ്ണുകൾ വിടർന്നു. എന്നാൽ വാതിൽ മുട്ടുന്നതിന്റെ ശബ്ദം കൂടി വന്നതും അവന് ദേഷ്യം കൂടി വന്നു. ആദ്യം അവിടെ നിന്ന് എഴുന്നേറ്റ് വാതിൽ തുറന്നു. എന്താ, ഉറക്കൊന്നില്ലേ? ആദ്യേട്ടാ, എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാകുന്നു. സത്യെന്ന് എന്റെ കൂടെ വിടുവോ? പിന്നെ ആദ്യം നീ ഇരട്ടയ്ക്കാണോ കിടന്നേ? കൊഞ്ചാതെ പോയി കിടക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ അമ്മായിയെ പോയി വിളിക്ക്. നാണമില്ല നിനക്ക് ഒരു ഭാര്യയും ഭർത്താവും കിടക്കുന്ന മുറിയിൽ രാത്രി വന്ന് തട്ടി വിളിക്കാൻ? ആദ്യേട്ടാ, അമ്മയും അച്ഛനും താഴെ കിടന്ന് കാണും. പിന്നെ അമ്മയ്ക്ക് കാൽവേദന ആയതുകൊണ്ട് മുകളിലേക്ക് കയറില്ല. പൊന്നും ഞാനും തമ്മിൽ ഒക്കില്ല. അതുകൊണ്ട് ഇന്നൊരു ദിവസം സത്യ എന്റെ കൂടെ കിടന്നോട്ടെ ആദ്യേട്ടാ, പ്ലീസ്. അപ്പോ നാളെയോ? നാളെ നിന്റെ പേടി അവിടെ കാമിശ്ശേരി മനയിലേക്ക് പോകുമോ? അത് പിന്നെ നാളെ വൈഷ്ണവേട്ടൻ വരും. അപ്പോ എന്റെ മുറിയുടെ തൊട്ടപ്പുറത്താണല്ലോ വൈഷ്ണവേട്ടന്റെ മുറിയും. അപ്പോ വലിയ പ്രശ്നമില്ല. ആദി പിന്നെ എന്തോ പറയാൻ നിന്നതും സത്യ പുറത്തേക്ക് വന്നു. മായ, ഞാൻ നിന്റെ കൂടെ കിടക്കാം, നീ വാ. സത്യ ആദ്യം നോക്കി മായയോട് പറഞ്ഞു. ആദ്യം അവളെ തന്നെ രൂക്ഷമായി നോക്കുന്നത് കണ്ടു. സത്യവേഗം മായയും വലിച്ച് അവളുടെ മുറിയിലേക്ക് പോയി. സത്യ മുറിയുടെ ഉള്ളിലേക്ക് കയറിയതും മായ അവളെ പുറകിൽ നിന്ന് തള്ളി നിലത്തേക്കിട്ടു. ആ നീ എന്താടി കരുതിയത്? ഞാനങ്ങ് പേടിച്ച് മുള്ളാൻ നിൽക്കുവാണെന്നോ? നിന്നെ ആ മുറിയിൽ നിന്ന് പുറത്ത് ചാടിക്കാൻ വേണ്ടിയാണ് ഞാൻ അവിടെ നിന്ന് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നിന്നെ എന്റെ ആദിയുടെ അടുത്തേക്ക് അടുപ്പിക്കില്ല ഞാൻ. മായ, നീ ആദിയെ സ്നേഹിക്കുന്നുണ്ടാവും. എന്നാ അങ്ങനെ ഒരു ഇഷ്ടം ആദിക്ക് നിന്നോടില്ല. പിന്നെ എന്തിനാ അയാളുടെ പിറകെ നടക്കുന്നേ? നീ എന്തിനാ എന്നോട് വെറുതെ ദേഷ്യം കാണിക്കുന്നേ? ആദ്യേട്ടനെ എന്നെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞത്, അല്ലാതെ ഞാനല്ല.
ഠു, നിർത്തടി നിന്റെ വൃത്തികെട്ട നാക്കുകൊണ്ടുള്ള സംസാരം. ആദ്യം എങ്ങനെയാടി നിന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞത്? നീ കയ്യും കാലും കാണിച്ച് മോഹിപ്പിച്ചിട്ടല്ലേ? എന്നിട്ട് ന്യായീകരിക്കാൻ വന്നേക്കുന്നു. ആദിക്ക് വേണ്ടി ഞാൻ നിന്നെ കൊല്ലാനും മടിക്കില്ല, അത് നീ മറക്കണ്ട. അല്ല, നീ മാത്രമാണോ ഇങ്ങനെ, അതോ കുടുംബം തന്നെ ഇങ്ങനെയാണോ? നിന്റെ തള്ളയും പുളിക്കൊമ്പും നോക്കി എടുത്തതാണോ? അത് പറഞ്ഞതും അവളുടെ കരണം നോക്കി അടി വീണതും ഒരുമിച്ചായിരുന്നു. ഇനി മിണ്ടിപ്പോകരുത് നീ. എന്നെ എന്ത് പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കും, എന്നെ മരിച്ചുപോയ അമ്മയെ പറ്റി പറഞ്ഞാൽ ഞാൻ നോക്കി നിൽക്കില്ല. ഡീ, എന്നെ തല്ലിയല്ലേ നീ? അയ്യോടി, വന്ന് കേറിയപ്പോൾ പൂച്ചയായിരുന്നല്ലോ, ഇപ്പൊ കൊച്ചമ്മ കളിക്കാൻ തുടങ്ങിയല്ലേ? ഇതൊന്നും അധിക നാൾ ഉണ്ടാവില്ലടി. നാളെ എന്റെ ഏട്ടൻ ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ. അപ്പോ ഞാൻ എന്താ ഇവിടെ പ്രതിമ പോലെ നിക്കോ? എന്നോട് എങ്ങനെയാണോ അതുപോലെ തന്നെ ഞാനും ഉണ്ടാവും. മോള് കുറെ കഷ്ടപ്പെട്ടതല്ലേ, അതുകൊണ്ട് ഞാൻ പറയാം. ഞങ്ങൾക്കിടയിൽ ഒന്നും ഉണ്ടാവാതിരിക്കാൻ മോള് ഇനി കഷ്ടപ്പെടണ്ട. അത് ഇന്നലെ തന്നെ കഴിഞ്ഞു. സത്യവാർത്ത കേട്ടതും മായയുടെ മുഖം ദേഷ്യം ഇരട്ടിച്ചു. അവൾ മുറി മുഴുവൻ വലിച്ചു വാരിയിട്ട് അലറി. ഡീ, ഒടുക്ക അതും നീ എന്റെ ആദ്യം സ്വന്തമാക്കിയല്ലേടി? പെട്ടെന്ന് തീർക്കാമെന്നാ ഞാൻ കരുതിയത്. എന്നാ ഇനി ഞാൻ നിന്നെ ചിത്രവധം ചെയ്തേ കൊല്ലൂ, നോക്കിക്കോ. ആ, അപ്പോ ഇന്ന് കൊല്ലില്ലല്ലോ. എന്നാ ഞാൻ ഉറങ്ങട്ടെ. പിന്നെ കട്ടിലിൽ ഞാൻ കിടക്കും. പ്രശ്നമില്ലെങ്കിൽ അടുത്ത് കിടക്കാം, അല്ലെങ്കിൽ നിലത്ത് കിടന്നോ. എന്നെ ചവിട്ടാനോ തള്ളാനോ നിന്നാ ഞാൻ അങ്ങ് തരും നല്ല ഒന്നാന്തരം പൊടിക്കൈ. സത്യ ബെഡ് വിരിച്ചു കിടന്നു. ഉറങ്ങിക്കോടി, നീ സുഖിച്ച് കിടന്നുറങ്ങ്. നിന്റെ ഉറക്കം ഞാൻ അവസാനത്തെ ഉറക്കമാക്കുന്നുണ്ട്. ചേച്ചി, ചേച്ചി എന്താ മായയുടെ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നേ? ആ, ഇന്നലെ അവളുടെ മുറിയിൽ ഞാൻ കിടന്നേ. എന്താ ആ പൂതനയുടെ മുറിയിലോ? എന്തിന്? അവൾക്ക് ഒറ്റ കിടക്കാൻ പേടിയാണെന്ന്. അവളെയാ ബാക്കിയുള്ളവർ പേടിക്കേണ്ടത്. ഹോ, നേരം വെളുത്തപ്പോൾ ജീവനോടെ എഴുന്നേറ്റ് വന്നത് ഭാഗ്യം. എന്നാ ഞാൻ കുളിച്ചിട്ട് വരാം. ചേച്ചി, നമുക്ക് രണ്ടുപേർക്ക് ഇന്ന് അമ്പലത്തിൽ പോവാം. ചേച്ചി വേഗം കുളിച്ചു മാറ്റുവാ. ആ ശരി, ഒരു 5 മിനിറ്റ്. സത്യ അവളുടെ മുറി തുറന്ന് അവിടെ ആദ്യം നോക്കി. എന്നാ അവൻ അവിടെ ഇല്ലായിരുന്നു. അവൾ നെഞ്ചത്ത് കൈവച്ച് വേഗം ബാത്റൂമിൽ കയറി കുളിച്ച് കബോർഡിൽ നിന്നൊരു സെറ്റ് സാരി ഉടുത്ത് കഴുത്തിൽ താലി മാത്രം അണിഞ്ഞ് നെറ്റിയിൽ സിന്ദൂരവും ഇട്ട് അവൾ താഴേക്ക് പോയി. അമ്മേ, ഞങ്ങൾ അമ്പലത്തിൽ പോയി വരാം. ആ, സത്യമോളും പോകുന്നുണ്ടോ? അതെ അമ്മേ, എനിക്കൊരു കൂട്ടിന് ചേച്ചിയും പോന്നോട്ടെ. എന്നാ മായേ, നീ അവരുടെ കൂടെ പോയിക്കോ. അത്രയ്ക്ക് ദണ്ണുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് പോയിക്കോ, എന്നെ എന്തിനു നിർബന്ധിക്കുന്നേ? നാശം. മായയുടെ സുഭദ്ര പിന്നെ ഒന്നും പറയാൻ നിന്നില്ല. മോളെ സത്യേ, എന്റെ കൂടെ ഒന്ന് വാ. രുക്മിണി സത്യയെ വിളിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയി. അലമാരയിൽ നിന്ന് ഒരു പെട്ടി എടുത്തു. അതിൽ നിന്നൊരു ഏലക്ക താലി എടുത്ത് സത്യക്ക് നേരെ നീട്ടി. അവൾ അത്ഭുതപ്പെട്ട് രുക്മിണിയെ നോക്കി. ഇത് ആദിയുടെ അമ്മയുടേതാ. ആദിയുടെ അമ്മാമ്മയുടേതായിരുന്നു ഇത്. പിന്നീട് ആദിയുടെ അമ്മയുടേതായി. ഇനി ഇതിന്റെ അവകാശി നീയാ. ഒരു നേരത്തിന്റെ ഭക്ഷണത്തിന് വേണ്ടി അലഞ്ഞപ്പോഴും ഞാനിത് ആദിയുടെ കയ്യിൽ കൊടുത്തില്ല. നഷ്ടപ്പെട്ട പിന്നെ തിരിച്ചു കിട്ടണമെന്നില്ലല്ലോ. ഇത് ധരിച്ചു പോയാൽ മതി. ഏ, വെറും കരാറടിസ്ഥാനത്തിലുള്ള ഞങ്ങളുടെ ബന്ധം. ഞാൻ ആദിയുടെ യഥാർത്ഥ ഭാര്യയല്ല. ഒരു കുഞ്ഞുണ്ടായാൽ അവിടെ തീരും ഞങ്ങളുടെ ബന്ധം. ആ കുഞ്ഞിൽ പോലും എനിക്ക് അധികാരമില്ല. പിന്നെ ഇത് എങ്ങനെ എനിക്ക് അവകാശപ്പെട്ടതാവും? എന്താ പെണ്ണെ നീ ആലോചിക്കുന്നേ? ഇത് വേഗം എടുത്തിട്, എന്നിട്ട് അമ്പലത്തിൽ പോയിക്കോ. അമ്മേ, എനിക്കൊന്നും വേണ്ട. ഇത് അമ്മ തന്നെ സൂക്ഷിച്ചോ. പറ്റില്ല. കൊഞ്ചാ ഇത് ധരിക്കേ കുട്ടി. ഈ കിഴക്കേടത്ത് ഇന്ദ്രജിത്ത് കൈലാഷിന്റെ മരുമകൾ പൊന്നും തൂക്കൊന്നും ഇടാതെ പോയാൽ എനിക്ക് കുറച്ച് നാണക്കേടൊക്കെ ഉണ്ട്. രുക്മിണി അവളെ നിർബന്ധിച്ച് ധരിപ്പിച്ചു. അവളുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ഹാ, എന്റെ ദേവി, എന്തൊരു ഭംഗിയാ! ഇപ്പൊ കണ്ടാൽ സൗന്ദര്യറാണി സത്യഭാമ വരെ അസൂയപ്പെടും. സത്യയെ കണ്ട സുഭദ്രയുടെ കണ്ണു പിടർന്നു. മായ അവളുടെ കഴുത്തിലെ മാല കണ്ട് ദേഷ്യത്തിൽ മുഷ്ടി ചുരുട്ടി അവിടെ നിന്ന് പോയി. ബാക്കി 3 പേരും അവളെ കുറിച്ച് പ്രശംസിക്കുമ്പോൾ സത്യയുടെ മനസ്സിൽ എന്തോ ഒരു വീർപ്പൂട്ടൽ തോന്നി. അവൾ വേഗം അവിടുന്ന് പൊന്നുവിനെ വലിച്ചുകൊണ്ട് അമ്പലത്തിലേക്ക് പോയി. അല്പസമയത്തിന് ശേഷം ചീറി വരുന്ന ഒരു ലംബോർഗിനി കാർ കിഴക്കേടത്ത് മാൻഷൻ എന്ന ബോർഡ് കടന്ന് അകത്തേക്ക് പാഞ്ഞു കയറി ഉമ്മറത്തേക്ക് വന്നു. അതിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ഇറങ്ങി. അവന്റെ സൺഗ്ലാസ് ഊരി മാറ്റി മാൻഷൻ മുഴുവൻ നിരീക്ഷിക്കാൻ തുടങ്ങി. ആരാ വന്നെന്നറിയാൻ വേണ്ടി മുറിയുടെ ബാൽക്കണിയിൽ നിന്ന് നോക്കുന്ന മായ വൈഷ്ണവിനെ കണ്ട് ഉമ്മറത്തേക്ക് ഓടി. കുട്ടേട്ടാ! മായയുടെ വിളി കേട്ടതും അവൻ അകത്തേക്ക് എത്തി നോക്കി. അവന് നേരെ ഓടി വരുന്ന മായയെ കണ്ട് അവന്റെ മുഖത്ത് ചിരി വിരിഞ്ഞു. അവൾ അവനെ ഓടി വന്ന് ഇറുകെ പുണർന്നു. ഏട്ടാ, എന്താ പോയിട്ട് എന്നെ വിളിക്കുക പോലും ചെയ്യാഞ്ഞേ? മുംബൈ എത്തിയപ്പോൾ പെങ്ങളെയൊക്കെ മറന്നോ? എന്താടിത്, അങ്ങനെ മറക്കുന്നവനാണോ കാമിശ്ശേരി വൈഷ്ണവ്? ആരെ മറന്നാലും എന്റെ മായമോളെ ഞാൻ മറക്കൂ? വിളിക്കാൻ പറ്റിയ സാഹചര്യമില്ലായിരുന്നു, അതാ മോളെ വിളിക്കാഞ്ഞ്. വൈഷ്ണവ് മായയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. മായ വൈഷ്ണവിനെ നോക്കി. അവളുടെ കണ്ണു നിറഞ്ഞു വന്നു. അവൾ അവനെ നെഞ്ചോട് ചേർന്ന് കരയാൻ തുടങ്ങി. ഏയ് മായമോളെ, എന്താ നീ എന്തിനാ കരയുന്നേ? കരയാതടാ, നിന്റെ ഏട്ടൻ ഇങ്ങ് വന്നില്ലേ? ഏട്ടൻ ഇവിടെ നടക്കുന്ന വല്ലതും അറിയുന്നുണ്ടോ? ആദി ആദ്യേട്ടന് അറിയില്ലേ ഞാൻ ആദ്യം എത്ര മോശിച്ചതാണെന്ന്? മറ്റാരും ആദ്യേട്ടനുമായി അടുക്കാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്തു? എന്നിട്ടിപ്പോ എവിടുന്നോ വന്ന ഒരു പീറപ്പെണ്ണ്. മായ വിതുമ്പി പറഞ്ഞു. ഏട്ടനെല്ലാം അറിയുന്നുണ്ട് മോളെ, അച്ഛനെല്ലാം പറഞ്ഞു. നീ അതിന് എന്തിനാ വിഷമിക്കുന്നേ? നിന്റെ ഏട്ടൻ ഇങ്ങോട്ട് വന്നില്ലടി. നീ വിഷമിക്കാതിരിക്കെ, ഞാൻ ആ മുതലൊന്ന് കാണട്ടെ ആദ്യം. വൈഷ്ണവ് അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അമ്പലത്തിലേക്ക് കെട്ടിയെഴുന്നള്ളിട്ടുണ്ട് രാവിലെ തന്നെ, ഇപ്പൊ വരും. ആരാ മോളെ അത്? കുട്ടാ? ഉമ്മറത്തേക്ക് വന്ന ശങ്കരൻ വൈഷ്ണവിനെ കണ്ട് അവന്റെ അടുത്തേക്ക് ചെന്ന് ഇറുകെ പുണർന്നു. സുഭദ്രയും രുക്മിണിയും അവനെ കണ്ട് ഉമ്മറത്തേക്ക് വന്നു. സുഭദ്ര അവന്റെ അടുത്ത് വന്നും അവൻ പുച്ഛിച്ച് മുഖം തിരിച്ചു.
ശങ്കരൻ അവനെ അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി. ഇത് ആരുടേതാ മുറ്റത്ത് പുതിയൊരു വണ്ടി? ആ, എനിക്ക് അറിഞ്ഞൂടാ. ഇനി ആദ്യയുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വന്നു കാണുവോ? വാ, നമുക്ക് പോയി നോക്കാം. അവർ രണ്ടുപേരും ഗേറ്റ് കടന്ന് മുന്നിലേക്ക് വന്ന് വാതിൽക്കലെത്തിയപ്പോൾ കണ്ടു അവരെ തന്നെ നോക്കി വെള്ളമിറക്കുന്ന വൈഷ്ണവിനെ. അവനെ കണ്ടതും പൊന്നുവിന്റെ മുഖം ദേഷ്യം കൊണ്ട് മുറുകി. എന്താ പൊന്നു, നീ ആളാകെ മാറിയല്ലോ. ഇപ്പൊ വെളുത്ത് സുന്ദരിയായിട്ടുണ്ട്. അവന്റെ ആ വൃത്തികെട്ട സംസാരം കേട്ടതും പൊന്നു അവിടുന്ന് അകത്തേ കയറിപ്പോയി. പൊന്നു പോയതും വൈഷ്ണവ് അവന്റെ കഴുകൻ കണ്ടുകൊണ്ട് സത്യയെ വീക്ഷിക്കാൻ തുടങ്ങി. അവന്റെ ആ നോട്ടം അവളിൽ അസ്വസ്ഥത ഉണ്ടാക്കിയതും അവനെ മറികടന്ന് പോകാൻ നിന്ന സത്യയെ അവൻ തടഞ്ഞു. ആ, എങ്ങോട്ടാ ഇത്ര ധൃതിയിൽ? നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ? എനിക്ക് വേറെ പണികളുണ്ട്, മാറി നിൽക്ക്. അതിന് മാത്രം ഇപ്പൊ എന്താ ഇത്ര പണി? എന്നോട് കൂടെ പറ, ഞാനും സഹായിക്കാം. ഇപ്പൊ തൽക്കാലം ഒന്ന് മാറി നിന്നാൽ മതി. ആഹാ, സംസാരത്തിൽ കുറച്ച് കടുപ്പം കൂടുതലാണല്ലോ. എനിക്ക് കുറച്ച് എരിവും കടുപ്പും ഉള്ളവരെയാ ഇഷ്ടം. എന്നാലും ആദ്യം കുറ്റം പറയാൻ പറ്റില്ല. വെണ്ണയിൽ കടഞ്ഞെടുത്ത പോലെയല്ലേ ഇരിക്കുന്നേ. അപ്പോ ആരായാലും ഒന്ന് കൊതിക്കും കൂടെ പൊറപ്പിക്കാൻ. അതെ, ഒന്ന് മാറി നിൽക്ക്, എനിക്ക് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞില്ലേ? എനിക്ക് തന്റെ സഹായം വേണ്ട, പരിചയപ്പെടുകയും വേണ്ട, മാറി നിൽക്ക്. എന്താ അവിടെ കുട്ടാ? ആഹാരം എടുത്തു വെച്ചിട്ടുണ്ട്, അത് പോയി കഴിക്ക്. ആ, അമ്മായി, ഞാൻ സത്യ എന്ന് പരിചയപ്പെട്ടതാ. അല്ലേ സത്യ? സത്യൊന്നും മിഴാതെ അകത്തേ കയറിപ്പോയി. രാവിലെ ജിം കഴിഞ്ഞു വന്ന ആദി കാണുന്നത് മേശമേരുന്ന് മൂക്കുമുട്ടെ തിന്ന വൈഷ്ണവനെയാണ്. അവനെ കണ്ടതും ആദിയുടെ മുഖം ദേഷ്യം കൊണ്ട് വരിഞ്ഞു മുറുകി. എന്നാൽ അവനത് പുറമേ കാണിക്കാതെ അവന്റെ അടുത്തേക്ക് നടന്നു. ആ, അളിയ എപ്പ വന്നു? ഓ, സോറി സോറി, അളിയനല്ലല്ലോ അല്ലേ? പെട്ടെന്ന് മനസ്സിൽ അങ്ങനെ കണക്ക് കൂട്ടിയതുകൊണ്ടാ പറ്റിയതാ. അത് കുഴപ്പമില്ലടാ കുട്ടാ, ഇതുപോലെ പല കണക്കുകൂട്ടലും തെറ്റിക്കോളും. ഭാര്യയെ ഞാൻ കണ്ടു, ആൾ സുന്ദരിയാ. ഞാൻ കരുതി എന്നാലും അവൾക്ക് എന്താ ഇത്ര പ്രത്യേകത എന്ന്. അല്ല, ആദിദേവിനെ മോഹിപ്പിക്കാൻ മാത്രം. പക്ഷെ ഇവിടെ വന്ന ആളെ കണ്ടപ്പോൾ മനസ്സിലായി നീയല്ല, സാക്ഷാൽ പരമശിവൻ കണ്ടാൽ മോഹിച്ചു പോകുമെന്ന്. അതിന് നീയല്ലല്ലോ പരമശിവൻ, കാണുന്ന പെണ്ണുങ്ങളൊക്കെ വെള്ളമിറക്കി മുംബൈയിലെത്തിക്കാൻ. ആദി പറയുന്നത് കേട്ട് വൈഷ്ണവ് ഒന്ന് പരിങ്ങി. ഛേ, ഈ ആദിയുടെ ഒരു തമാശ. അല്ല, നീ നോക്കി നിൽക്കാതെ വന്ന് കഴിക്ക്. വേണ്ട, മോൻ കഴിച്ചോ, പിന്നെ പതുക്കെ കഴിക്കണം, ഇല്ലെങ്കിൽ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങും. ആദ്യം അവനൊന്ന് പുച്ഛിച്ച് മുകളിലേക്ക് പോയി. ഇത്തവണ ഞാൻ പോകുമ്പോൾ നിന്റെ ജീവൻ തൊണ്ടക്കുഴിയിൽ എത്തിയിരിക്കും മതി. നിന്നെ ഇപ്പോഴും ഞാൻ പരലോകത്തേക്ക് പറഞ്ഞയക്കാത്തത് എന്റെ പെങ്ങൾക്ക് നിന്നോട് തോന്നിയ ഒരു ഭ്രമം, അത് മാത്ര. എന്നാ ഇനി അതുണ്ടാവില്ല. വൈഷ്ണവ് അവിടെ നിന്നും എഴുന്നേറ്റ് പടി കയറിപ്പോയി. ഡി, പോയിട്ട് 2 ദിവസമായി, ഒന്ന് വിളിക്കെങ്കിലും ചെയ്യാം. തമ്പുരാട്ടിക്ക് അവിടെ അങ്ങ് സൂചിച്ചോ? ഡി, വേണ്ടാതിനെ പറയലടാ. ഞാൻ നിന്നെ എത്ര മിസ് ചെയ്യുന്നു നിനക്കറിയോ? മനഃപൂർവ്വം വിളിക്കാത്ത നിന്റെ ശബ്ദം കേട്ടാൽ നിന്നെ ഒന്ന് കാണാൻ എനിക്ക് തോന്നും. പിന്നെ എനിക്ക് സങ്കടം വരും. അതേടി, നമ്മൾ രണ്ടുപേരും ഒരുമിച്ചുള്ള ഓഫീസിലൊക്കെ പോകുന്നത് ഇപ്പോ നീയല്ലാഞ്ഞിട്ടപ്പോ പോകാനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ ഞാൻ നിന്റെ അച്ഛനെ കാണാൻ പോയിരുന്നു. എന്നിട്ട് അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? ഞാൻ ഇന്നേ വരെ എന്റെ അച്ഛനെ 2 ദിവസത്തിൽ കൂടുതൽ കാണാതിരുന്നിട്ടില്ല. അപ്പോൾ നിന്നോട് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ നാളെയാ സർജറി തീരുമാനിച്ചിരിക്കുന്നത്? അച്ഛൻ നിന്നെ കുറിച്ച് എന്നോട് ചോദിച്ചു. ഞാൻ നീ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി പുറത്താണെന്നാ പറഞ്ഞത്. അച്ഛന്റെ മുഖത്തുനിന്ന് മനസ്സിലാക്കാം നല്ല സങ്കടം ഉണ്ടെന്ന്. പിന്നെ പുറത്ത് കാണിച്ചില്ലെന്ന് മാത്രം. അച്ഛൻ എവിടുന്നാ ഇത്രയും കാശെന്ന് വല്ലതും ചോദിച്ചോ? ആ, ഞാൻ ഓഫീസിലെ ചെയർമാൻ സഹായിച്ചു എന്നാ പറഞ്ഞേ. അതെന്തായാലും നന്നായി. ഒന്നാമതേ വയ്യാതിരിക്കുന്ന ഈ അവസ്ഥയിൽ അച്ഛൻ സത്യങ്ങളൊന്നും അറിയണ്ട. എന്നാ ശരി, ഞാൻ ഓഫീസിലേക്ക് പോട്ടെ. നീ എന്നാ വരുന്നേ? അറിയില്ല, ഞാൻ നിന്നെ അറിയിക്കാം. ആ, എന്നാ ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഇപ്പോ തന്നെ സമയം വൈകി. സത്യ ഫോൺ കട്ട് ചെയ്തു കുറച്ചു സമയം ദൂരേക്ക് നോക്കി നിന്നു. എന്താ ചിന്താവിഷ്ടയെ സത്യയായിരിക്കുന്നേ? ആദി അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ആദിയുടെ ശബ്ദം അവിടെ മുഴങ്ങിയപ്പോഴാണ് സത്യക്ക് സ്വബോധം വന്നത്. അവൾ ഞെട്ടിത്തെറിച്ച് പുറകിലേക്ക് നോക്കി. വിയർത്ത് കുളിച്ചു നിൽക്കുന്ന ആദി അവൾ കണ്ണെടുക്കാതെ നോക്കി നിന്നു. എന്താ ആദ്യമായി കാണുന്ന പോലെ നോക്കുന്നേ? ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഏ ഏ ആ, ഒന്നുമില്ല. അത് പിന്നെ നാളെയാണ് അച്ഛന്റെ സർജറി, അപ്പോ അതിനെക്കുറിച്ച് ചിന്തിച്ചതാ. അവളുടെ ഒരു അച്ഛൻ, ആ മനുഷ്യനോട് എനിക്ക് ഉള്ള വെറുപ്പാടിന്റെ നിന്നെ എന്റെ വാടക ഭാര്യയാക്കിയത്. എന്നിട്ട് എന്റെ പണം കൊണ്ട് തന്നെ അയാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്നു. ഇതിനെയാണ് കാലം കണക്ക് ചോദിക്കുന്നത് പറയുന്നത്. എന്താ ആലോചിച്ച് നിൽക്കുന്നേ? ആദ്യമായിട്ടും കുളിച്ച് താഴേക്ക് വന്നോ? ഞാൻ താഴേക്ക് ചെല്ലട്ടെ? അവനെ മറികടന്ന് പോകാൻ നിന്ന സത്യയെ അവൻ പിടിച്ചു വലിച്ച് ചുമരിനോട് അടുപ്പിച്ചു. അങ്ങനെ അങ്ങ് പോയാലോ? ഇന്നലെ നീ എന്തിനാ എന്നെ ധിക്കരിച്ച് മായയുടെ കൂടെ പോയത്? അത് പിന്നെ അവൾ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പാവം തോന്നി, അതാ ഞാൻ. നീ ഇവിടെ വന്നത് എന്തിനാ? എന്റെ അടിമയായിട്ടാ? അപ്പോ നീ എന്റെ കാര്യം നോക്കിയാൽ മതി, വേറെ ആരുടെയും കാര്യത്തിൽ ഇടപെടേണ്ട. അതുപോലെ എന്റെ അനുവാദമില്ലാതെ ഒന്നും ചെയ്തു പോകരുത്, കേട്ടല്ലോ? ശരി, ഞാൻ ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. സത്യ പേടിച്ച് തലാഴ്ത്തിക്കൊണ്ട് അവനെ നോക്കി പറഞ്ഞു.